നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആവുകയാണ്. സീസൺ അവസാന ഘട്ടത്തിലാണ്. നിലവിൽ ബാലൻഡിയോർ പുരസ്കാരത്തിന് കൂടുതൽ സാധ്യത ആർക്കാണ്? ഏറ്റവും പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ്ങുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 15 താരങ്ങളുടെ ഒരു ബാലൻഡിയോർ പവർ റാങ്കിങ് ആണ്. 15ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ്. എന്തൊരു കളിയാണ് അദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ബ്രൂണോക്കുള്ള സ്ഥാനം വളരെ വലുതുമാണ്. അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. 2025-26 സീസണിൽ 10 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് ഇതുവരെ അദ്ദേഹം നേടിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് ബ്രൂണോയുടെ കാര്യത്തിൽ പോർച്ചുഗലും ഉള്ളത്. സോ 15ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ് വരുമ്പോൾ 14ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ പെഡ്രി. പരിക്ക് അദ്ദേഹത്തൊന്നും വലച്ചിട്ടുണ്ട്. എന്നാൽ പോലും വീണ്ടും അദ്ദേഹം കൃത്യമായി ട്രാക്കിലായിട്ടുമുണ്ട്. ഈ സീസണിൽ 4 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടിട്ടുമുണ്ട്. മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ മായാജാലത്തിന് ഈ കണക്ക് കൊണ്ട് നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. 13ാം സ്ഥാനത്ത് ഗബ്രിയൽ മെഗല്ലസ് ആണ്, ആഴ്സണലിലെ ബ്രസീലിയൻ സെൻട്രൽ ബാക്ക്. അദ്ദേഹം ഗോളുകളും അടിക്കുന്നുണ്ട്. 4 ഗോളുകൾ ഈ സീസണിൽ അടിച്ചു, 5 അസിസ്റ്റും ഉണ്ട്. ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണമല്ലോ. 22 ക്ലീൻ ഷീറ്റുകളാണ്. സൂപ്പർ പെർഫോമൻസാണ് ഗബ്രിയൽ മെഗല്ലസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12ാം സ്ഥാനത്ത് ഫെഡെ വാൽവെർദെ. വിസ്മയ പ്രകടനമല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 ഗോളുകളായി ഈ സീസണിൽ, 12 അസിസ്റ്റുകളുമായി. ഞാൻ നേരത്തെ പെഡ്രിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഗോളും അസിസ്റ്റും വെച്ച് ഫെഡെ വാൽവെർദെയുടെ മികവിനെ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് മാച്ചസിൽ അദ്ദേഹം നടത്തുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ പരുന്ത് രാഗി പറന്നാൽ റയലിനെ വീഴ്ത്താൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. 12ാം സ്ഥാനത്ത് വരുന്നു ഫെഡെ വാൽവെർദെ. 11ാം സ്ഥാനത്ത് ലിയോ മെസ്സി. സ്റ്റിൽ ലിയോ മെസ്സി ഇൻ ദി ലിസ്റ്റ്. എന്താ കാരണം? മെസ്സിയുടെ മികവ് അങ്ങനെയാണ്. മാത്രമല്ല ഇത് വേൾഡ് കപ്പ് ഇയറാണ്. വേൾഡ് കപ്പിൽ ഒരു മിന്നും പ്രകടനം കൂടി അദ്ദേഹം അങ്ങ് നടത്തിക്കഴിഞ്ഞാൽ ബാലൻഡിയോറും കൊണ്ട് അദ്ദേഹം പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ ഈ 2025-26 സീസൺ നമ്മൾ എടുത്താൽ അങ്ങനെയല്ല, MLS ഇയർ വൈസാണ്. ബട്ട് ബാലൻഡിയോറിന് നമ്മൾ എടുക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള കണക്കാണല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ മെസ്സി 26 ഗോളുകളും 19 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. MLS കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ വേൾഡ് കപ്പ് അല്ലേ വരുന്നത്. 10ാം സ്ഥാനത്ത് വീറ്റീഞ്ഞ, പാരീസ് സെൻ ജെർമൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം. മധ്യനിരയിലെ മാന്ത്രിക നീക്കങ്ങൾക്ക് പേര് കേട്ടയാൾ, പാസിംഗ് മാസ്റ്റർ എന്നൊക്കെ വിശേഷണമുള്ളയാൾ. 7 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഫിഫ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തമിട്ടു. സോ നല്ല സാധ്യത അദ്ദേഹത്തിന് ഇത്തവണയുണ്ട്. 9ാം സ്ഥാനത്ത് ഡെക്ലാൻ റൈസ്. ആഴ്സണലിന് വേണ്ടി എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സീസണിൽ 6 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ആഴ്സണൽ കുതിച്ചു പായുകയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലും മുത്തമിട്ടു. ഇന്നിപ്പോൾ FA കപ്പിൻ്റെ ഫൈനലുണ്ട്, അതിൽ മുത്തമിടുമോ എന്ന് കണ്ടറിയണം. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മുത്തമിട്ടേക്കും. മുത്തമിട്ടു എന്നങ്ങ് പറഞ്ഞാൽ നിങ്ങൾ ഒരു കൺക്ലൂസീവായിട്ട് പറഞ്ഞതല്ല, മുത്തമിടാം. അതുപോലെ UCLലും മുത്തമിടാനുള്ള സാധ്യതയുണ്ട്. വേൾഡ് കപ്പിലും വേണമെങ്കിൽ അദ്ദേഹത്തിന് മുത്തമിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇംഗ്ലണ്ട് ടീമിനോടൊപ്പം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ ബാലൻഡിയോറിനുള്ളൊരു സ്ട്രോങ് കണ്ടൻഡറാണ് ഡെക്ലാൻ റൈസ്. 8ാം സ്ഥാനത്ത് വിനി ജൂനിയർ. വിനി വീണ്ടും തൻ്റെ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അത് റയലിനായിട്ട് പുറത്തെടുക്കുന്നുമുണ്ട്. വേൾഡ് കപ്പ് അടക്കമുള്ള ബ്രസീലിൻ്റെ മത്സരങ്ങളിൽ അതേ മികവ് അദ്ദേഹം തുടർന്നാൽ ഒരിക്കൽ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട ബാലൻഡിയോർ അദ്ദേഹം കൊണ്ടുപോയാൽ എന്താ സാധ്യത ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ സീസണിൽ ഇപ്പോൾ 16 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലായിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ടീംമേറ്റ്, അതേസമയം ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ചിരവൈരികളായ ബാഴ്സയുടെ താരം റാഫീഞ്ഞയാണ് 7ാം സ്ഥാനത്ത്. പോയ സീസണിൽ അദ്ദേഹം ബാലൻഡിയോറൊക്കെ പ്രതീക്ഷയാണ്, അത് അദ്ദേഹം പലപ്പോഴായിട്ട് തുറന്നു പറഞ്ഞത് കിട്ടിയില്ല. പക്ഷേ ഈ സീസണിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. 19 ഗോളുകളും 8 അസിസ്റ്റുകളും ഓൾറെഡിയായി. സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. ബാഴ്സയുടെ കുതിപ്പിൽ അതിപ്രധാനമായ അതിനിർണായകമായ ഒരു സ്ഥാനം ഈ ബ്രസീലുകാരനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമേ വേണ്ട. 6ാം സ്ഥാനത്താണ് ഏർലിംഗ് ഹാലൻഡ്. ഗോൾഡി മികവ് എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ ഈ സീസണിൽ 43 ഗോളുകളും 9 അസിസ്റ്റുകളുമായി കഴിഞ്ഞു അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് ഉണ്ട്. വേൾഡ് കപ്പിന് അദ്ദേഹം തൻ്റെ ടീമിനെ ക്വാളിഫൈ ചെയ്ത് കൊണ്ടുപോയിട്ടുമുണ്ട്. ബാക്കി നമുക്ക് ജൂൺ ജൂലൈയിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. 5ാം സ്ഥാനത്ത് ലൂയിസ് ഡയസ്. ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയിട്ടും അദ്ദേഹത്തിൻ്റെ മികവിന് ഒട്ടുമേ കുറവില്ല. 20 അസിസ്റ്റുകളും 24 ഗോളുകളും ഈ സീസണിൽ സ്വന്തമാക്കിയത് കൂടാതെ DFL സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 4ാം സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സഹതാരം മൈക്കൽ ഒലീസയാണ്. എന്തൊരു പ്രകടനമാണ് ബയണിനായിട്ട് അദ്ദേഹം
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 17 ഗോളുകളും 28 അസിസ്റ്റുകളുമുണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. പിന്നെ അറിയാമല്ലോ, വേൾഡ് കപ്പിൽ ഫ്രാൻസിനൊപ്പം എന്ത് പ്രകടനം, അതൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. 3-ാം സ്ഥാനത്ത് ലാമിനെ യമാൽ ഇടക്കൊന്ന് മങ്ങിയെങ്കിലും തൻ്റെ മാജിക്കൽ ബൂട്ട് വീണ്ടും എടുത്തണിഞ്ഞുകൊണ്ട് എതിരാളികളെ ഞെട്ടിച്ചുള്ളൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഇത്തവണ ബാലൻഡിയോർ നേടിയ റെക്കോർഡാവും, ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻഡിയോർ ജേതാവാവും. നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. സ്പെയിനിന് നല്ല സാധ്യത വേൾഡ് കപ്പിലുണ്ട് എന്നുള്ളത് മറക്കണ്ട. ലലീഗ കിരീടത്തിലേക്ക് ബാഴ്സ അടുക്കുന്നൊരു ഫീൽ ആരാധകർക്കുണ്ട്. UCLലും അവർ സ്വപ്നം കാണുന്നത് തുടരുകയാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനിൽ ഓൾറെഡി മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാമിനെ യമാൽ ഈ സീസണിൽ 22 ഗോളുകളും 18 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് സാക്ഷാൽ കിലിയൻ എംബാപ്പെ. എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് പരിക്കൊന്ന് ഒരു ബ്രേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോക്കിന് ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും തിരികെ വന്ന് ആ മികവ് അദ്ദേഹം തിരികെ പിടിച്ച് റയലിനെയും ഫ്രാൻസിനെയും കിരീടങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ഇപ്പോൾ ഈ സീസണിൽ 9 അസിസ്റ്റുകളും 43 ഗോളുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. 1-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ. വാവ് മാജിക്കൽ പെർഫോമൻസ് ആണ് ബയേൺ മ്യൂണിക്കിൽ. ബയേണിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന 10-ാം താരമായിട്ട് 3 സീസൺ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കളികളിലെയും കൂടി ഗോൾ നോക്കിയാൽ 52 ഗോളുകളും 5 അസിസ്റ്റുകളുമായിട്ടുണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. ബയേണിനൊപ്പം മികവ് കാണിക്കുന്നു. ഇംഗ്ലീഷ് ടീമിനോടൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ. സോ 1-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ ആണ്. സോ ഇതാണ് പവർ റാങ്ക്. വളരെ പെട്ടെന്ന് പറയാം. ആദ്യം 5 സ്ഥാനം: 1 ഹാരി കെയ്ൻ, 2 കിലിയൻ എംബാപ്പെ, 3 ലാമിനെ യമാൽ, 4 മൈക്കൽ ഒലീസെ, 5 ലൂയിസ് ഡയസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.